മലപ്പുറം അരീക്കോട് 37 പേർക്ക് ഭക്ഷ്യവിഷബാധ എന്ന സംശയം. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തവർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. പരിപാടിയിൽ വിതരണം ചെയ്ത ചിക്കൻ സാൻഡ്വിച്ചിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധയേറ്റതെന്നാണ് സംശയം. 35 പേരെ അരീക്കോട് താലൂക്ക് ആശുപത്രിയിലും 2 പേരെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. ആരുടെയും നില ഗുരുതരമല്ല. യൂനുസ് അഹമ്മദ് വിശദാംശങ്ങൾ നൽകും. യൂനുസ്, ആരുടെയും നില ഗുരുതരമല്ല എന്നത് ആശ്വാസകരം. ഇത് ഈ സ്കൂളിൽ നിന്ന് കഴിച്ച സാൻഡ്വിച്ചിൽ തന്നെയാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്ന കാര്യത്തിലൊരു സ്ഥിരീകരണമായിട്ടുണ്ടോ? എന്താണ് സ്കൂൾ അധികൃതരും ഈ രോഗികളുമൊക്കെ പറയുന്നത്? സൈഫുദ്ദീൻ, ഇന്നലെ സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി ഈ കാന്തപുരം വിഭാഗത്തിന്റെ ബഹുജന സംഘടനയാണ് കേരള മുസ്ലിം ജമാഅത്ത്. അവരൊരു പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഈ ക്രസന്റ് ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു പരിപാടി. ആ പരിപാടിയിൽ വെച്ച് ഒരു ചിക്കൻ സാൻഡ്വിച്ച് ഈ പങ്കെടുത്തവർക്ക് നൽകിയിരുന്നു. അതിൽ നിന്നാണ് ഭക്ഷ്യവിഷബാധ ഏറ്റതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അതിന്റെ പ്രാഥമിക നിഗമനം അതാണ്. 40ഓളം പേർക്കാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റത്. ഇതിൽ 40ഓളം പേരെ പ്രത്യേകിച്ച് നിലമ്പൂർ താലൂക്ക് ആശുപത്രി, അരീക്കോട് താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ആരുടെ നില ഗുരുതരമല്ല. 2 പേരെ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്കും മാറ്റിയിട്ടുണ്ട്. എന്താണ് ഈ ഒരു കാരണം? ഈ സാൻഡ്വിച്ചിന്റെ ചിക്കനിൽ നിന്നാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകരടക്കം പറയുന്നത്. ഏതായാലും ഇപ്പോൾ വലിയൊരു ആശ്വാസം എന്നുള്ളത് ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ്. ശരി യൂനുസ്.